We are curious about department. We're just curious about Film, art, design. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് ലൈക്ക് സിനിമ ഫിലിമിനെ കുറിച്ച് എടുക്കുക. അതിൽ ആർട്ടുണ്ട്, ഡിസൈൻ പെർസ്പെക്റ്റീവ് ഉണ്ട്, പിന്നെ അതൊക്കെയാണ്. ലൈക്ക് നമ്മൾ അതിലിപ്പോൾ സൗണ്ടിനെ കുറിച്ച് സംസാരിക്കും, പിന്നെ ചില സീൻസ് അല്ലെങ്കിൽ ചില മൂവി ക്രിട്ടിസൈസ് ചെയ്യും അല്ല, നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ പറയാം അല്ലേ, അങ്ങനെ പറയാം. പിന്നെ അതിൻ്റെ ആർട്ടിൻ്റെ സൈഡാണെങ്കിലും അതിൻ്റെ സൗണ്ട്, മ്യൂസിക്, പിന്നെ എല്ലാ പരിപാടിയും, കാസ്റ്റിങ്, എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് വാലിബൻ, മലൈക്കോട്ടെ വാലിബനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. മലൈക്കോട്ടെ വാലിബൻ, ഷാമിലിന് തോന്നിയ കാര്യം എന്താണ്? മലൈക്കോട്ടെ വാലിബൻ്റെ ഒറ്റ വാക്കിൽ മലൈക്കോട്ടെ വാലിബൻ എന്താണ്? ഒരു അടിപൊളി സിനിമയാണ്. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ, ഒറ്റ വാക്കിലല്ല, അത് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആ പടം 3 തവണ കണ്ടു. നമ്മളെല്ലാവരും 3 തവണ കണ്ടു. ഞാൻ 2 തവണ, ഇവർ 2 ആളും 3 തവണ. 3 തവണ ഒരു പടം തിയേറ്ററിൽ കയറി കാണുന്നത് 2 ദിവസത്തെ ഗ്യാപ്പിൽ കണ്ടു എന്നുള്ളതാണ്. വെച്ചിട്ട് 3 തവണ പടം കാണണമെങ്കിൽ ആ പടം അത്രയും ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. അതാണ് ആ പടത്തിൽ പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു കഥപുസ്തകം വായിക്കുന്ന പോലെ കാണാം. പിന്നെ എന്താ പറയുക, ഓരോ കാസ്റ്റ് ആണെങ്കിലും നമ്മൾ എവിടേക്കോ കണ്ടുപോയ ആൾക്കാരും, പക്ഷെ നമുക്ക് പടം വർക്കായിട്ടില്ല. അതാണ് നാളെ OTT ഇറങ്ങാൻ പോവാണ്. ഫെബ്രുവരി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 23-നാണ്. മറ്റേ ബോക്സ് ഓഫീസ് പരിപാടിയൊക്കെ വെച്ചിട്ട് തിയേറ്റർ ഫ്ലോപ്പ് ആണോ? ആൾക്കാർ കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എന്നോട് എല്ലാവർക്കും അറിയൊന്നുമില്ല ഈ സിനിമ. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു ഇതേതാ സിനിമ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ട്, അറിയുന്നില്ല. എന്തൊക്കെയോ എന്താണ് മിസ്കമ്മ്യൂണിക്കേഷൻ വന്നതിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നി. നമ്മള് ഒന്നും കാണാണ്ട് പോയ ആൾക്കാരാ ശരിക്കും പറഞ്ഞാല്. ഒരു റിവ്യൂ കാണാണ്ട് പോയ പടമായിരുന്നു. അല്ല, നല്ല രീതിയിൽ നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ടാണ് ഞാൻ പോയത്. ഓക്കെ, നെഗറ്റീവ് കേട്ടിട്ടുണ്ട്. എക്സ്ട്രീം കേട്ടിട്ടാണ് ആ സിനിമ ഞാനും ഷാമിൽ പോകുന്നത്. നല്ല രീതിയിൽ നെഗറ്റീവ് ഇപ്പോഴും ഞങ്ങളെപ്പോഴും ഫൈറ്റ് ചെയ്ത് ഒന്നും കൂടെ അത് OTT റിലീസ് ആവുന്ന ടൈമില് തിയേറ്ററിൽ ഇറങ്ങിയതിനേക്കാൾ ഒന്നും കൂടി വലിച്ചു കയറി ഒട്ടിക്കാൻ പോകുന്ന സിനിമയായിരുന്നു 100%. കാരണം അതൊരു തിയേറ്റർ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. OTT കാണേണ്ട പടമല്ല, അത് വലിയൊരു സ്ക്രീനിൽ കാണേണ്ട പടമാണ്. കാരണം അതൊരു വൈഡ് ആയിട്ടുള്ള സിനിമയാണ്, എക്സ്ട്രീം വൈഡ് സിനിമ. അതിന്റെ ഷോട്ടുകളൊക്കെ വൈഡാണ്. അതൊരു ചെറിയ സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയായിട്ട് പേഴ്സണലി എനിക്ക് തോന്നില്ല. പിന്നെ വാലിബന്റെ പ്രശ്നം എന്തായിരുന്നു? വാലിബൻ ലൈക്ക് എവിടെ എത്താതെ പോയത് എന്തുകൊണ്ടായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ അടുത്തല്ല ആ സിനിമ എത്തിയത് എന്ന് എനിക്ക് ചില സമയത്ത് തോന്നലുണ്ട്. അല്ല, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് പറയുമ്പോൾ? കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് എന്നല്ല, നമുക്കെല്ലാവർക്കും പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് ക്ലിയർ ആക്കാനുള്ള എന്താ വെച്ചാല്, ക്രിട്ടിക്സ് ചില ടൈമിൽ പറയുന്ന ഒരു ടൈമാണ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന സാധനം. അതിന് ലിജോ റെസ്പോൺസും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയണ്ട, ആരാ ഫേവർ ആണ് ആ പടം എന്നുള്ളത് നമ്മളല്ല പറയേണ്ടത്, അത് ഓരോരുത്തർ കണ്ട് മനസ്സിലാക്കട്ടെ. അപ്പം സ്വന്തം ആരും ബുദ്ധിജീവി ആക്കേണ്ട രീതിയിൽ ലിജോ വിമർശിച്ചിട്ടുണ്ട്. അപ്പം അത് നീ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, റൈറ്റ് ഓഡിയൻസിന്റെ അടുത്ത് എത്താത്തൊരു പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ അതുണ്ട്. എന്നാൽ അങ്ങനെ പറയാനും പാടില്ല. ആരാണ് റൈറ്റ് ഓഡിയൻസ് എന്നുള്ള ഡിഫൈൻ ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നില്ലേ, നമ്മൾ ഈ പടം കാണുന്ന പെർസ്പെക്റ്റീവാണ്. ഈ പടം ഇങ്ങനെ ആയിരിക്കും, ഈ പടം അതാണ്. അല്ല, അവിടെ വേറെ ഇഷ്യൂ ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നത് അതിന്റെ മേക്കേഴ്സിന്റെ അടുത്ത് നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓരത് ആ സിനിമേനെ ഒരു പ്രസന്റ് ചെയ്ത രീതി ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. അല്ലെ, അത് ഓരോ മാസ് പടം അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ മാസ് പടം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാ, കുറെയൊക്കെ ലൈക്ക് അതിനെ പ്രസന്റ് ചെയ്ത രീതി, പ്രൊമോട്ട് ചെയ്ത രീതി ആണോന്ന് എനിക്കറിയില്ല. കാരണം എന്താ അറിയോ, കോമൺ ആയിട്ട് ഇപ്പോ മലയാളം ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത്, എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ തമിഴ് സിനിമയിലാണ് കൂടുതലായിട്ടും കൊമേഴ്ഷ്യൽ പടങ്ങൾ നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ കാലത്താണെങ്കിലും ലോകേഷ് കനകരാജിന്റെ സിനിമകള്, അതുപോലെ ജയിലർ, ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ പടങ്ങളായിട്ട് നമ്മൾ കാണുന്നത്.
എനിക്ക് തോന്നുന്ന മിക്കവാറും മലയാളികൾ വിചാരിക്കുന്ന കൊമേഴ്ഷ്യൽ പടത്തിന്റെ സ്കെയിലിൽ വരുമ്പോൾ ആൾക്കാർ അങ്ങനത്തേക്ക് പോകുന്നുണ്ട്. ആർട്ട് പടം ഒരിക്കലും ആ സ്കെയിലിൽ ആ ബഡ്ജറ്റിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ മാസ് പടം എന്നുള്ളതാണ്. അവിടെ മോഹൻലാലിനെ ആൾക്കാർ കാണുന്നൊക്കെ മാസ് ക്യാരക്ടർ, മാസ് ആയിട്ടായിരിക്കും എല്ലാം ഉണ്ടാവുക. കുറെ പൊടിപടലങ്ങളും പരിപാടിയും അതൊക്കെ ആയിട്ടാണ് ആൾക്കാർ കണ്ടത്. ഇപ്പൊ നമ്മളാണെങ്കിലും വിചാരിച്ചത് ഓക്കെ ഇതൊരു മാസ് പടമായിരിക്കും. ഇപ്പൊ ഈ ബ്രഹ്മയുഗം ഇറങ്ങി, അതിന് വേണ്ട രീതിയിലുള്ള റീച്ച് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതൊരിക്കലും അതിന്റെ ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അതൊരു എക്സ്പെരിമെന്റൽ പടം എന്നുള്ളത് എല്ലാരും വിളിച്ചു പറഞ്ഞു. അതെ, അപ്പൊ അത് ഓക്കെ. പ്രൊമോഷനിൽ വന്ന മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ട്രെയിലറിൽ മിസ്കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവരെ ക്രൂവിന്റെ ഭാഗത്തുനിന്ന് ടിനു പാപ്പച്ചൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ വരുന്ന സീൻ മൂപ്പര് എക്സൈറ്റഡ് ആയി. കാരണം നമ്മൾ കണ്ടപ്പോൾ ആ പടത്തിന്റെ ആർട്ട് കൊണ്ട് നമ്മൾ എക്സൈറ്റഡ് ആയി. സെയിം എക്സൈറ്റ്മെന്റ് മൂപ്പർക്ക് ഉണ്ടാവുമായിരിക്കും. അത് വന്നൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. മോഹൻലാൽ വരുമ്പം ഓഡിയൻസ് തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞ ആ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് ആണത്. പക്ഷെ അത് നമ്മള് ആള് പറഞ്ഞ റൈറ്റ് ആണ്. അത് കാണേണ്ട പോലെ കാണുകയാണെങ്കിൽ മോഹൻലാലിന്റെ സീൻ നല്ല സീനാണ്, നല്ല സീനാണ്. നമുക്ക് ആ മ്യൂസിക് ഒക്കെ ഭയങ്കര ഇഷ്ടമായതാണ്. പറഞ്ഞാലും ആ പടം ഒരു അടിപൊളി പടമാണ്, അടിപൊളി പടമാണ്. ആദ്യം പറയാണ് ഇതൊരു അമർ ചിത്രകഥ പോലെ കാണുന്ന ഒരു പടമാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അത് എക്സ്പെക്ട് ചെയ്യും. അത് ഈ പ്രൊമോഷന്റെ മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ട്രെയിലർ അടക്കം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഷാമിലിന്റെ പെർസ്പെക്റ്റീവില് ട്രെയിലർ എങ്ങനെയായിരിക്കും ആൾക്കാരെ മിസ്കമ്മ്യൂണിക്കേറ്റ് എനിക്ക് തോന്നുന്നത് അറിയോ, ഇവിടെ വാലിബിൽ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും ഒരു ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു സാധനം ഇട്ട് കൊടുത്തു, ഒരു ക്യൂരിയോസിറ്റി ഇട്ട് കൊടുത്തു. ഇതെന്തോ ഭയങ്കര പടമാണ്. ആദ്യം മോഹൻലാലിന്റെ കാലൊക്കെ കൊണ്ട് വെച്ചിട്ട് ഒരു വലിയ കാലൊക്കെ വെച്ചിട്ട് ഒരു സാധനം. പിന്നെ ടീച്ചർ വന്നപ്പോഴും ഭയങ്കര എന്തോ ഒരു ഫീൽ വന്നു. പിന്നെയാണ് ട്രെയിലർ വന്നത്. ഈ ട്രെയിലർ വന്ന സമയത്തും അതിൽ കാണിച്ചത് ഒരു ഫിലിമിലുള്ള ബെസ്റ്റ് ഷോട്ടുകളൊക്കെ എടുത്ത് കാണിച്ചല്ലോ തോന്നിയിട്ടുണ്ട്. മറ്റേ ഏരിയൽ ഷോട്ടൊക്കെ കുറെ കാണിച്ചു. അപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് ഇതെന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള ഫീലിൽ പോയി. അതായത് ട്രെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രെയിലർ എങ്ങനെ ഉണ്ടായത്? ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു സിനിമന്റെ ട്രെയിലർ അല്ലെങ്കിൽ ഒരു ആഡിന്റെ ട്രെയിലർ എന്ന് പറയുന്ന സമയത്ത്